അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. സൂപ്പർ സൂപ്പർ. വാവ് 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 എന്നൊക്കെ വെക്കുന്ന പോലെ അടിപൊളിയാണ്. എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? ഹലോ ചക്കരകളെ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഒരു ബ്യൂട്ടി ടിപ്സ് എന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ ഇന്നത്തെ ഒരു ബ്യൂട്ടി ടിപ്സ് എന്ന് വെച്ചാൽ ഞാൻ കുറേ നിങ്ങൾക്ക് ഫേസ് പാക്കുകളും ഫേസ് നല്ലതായിട്ട് ഗ്ലോ ആയിട്ടിരിക്കാനുള്ള പാക്കുകളും സ്ക്രബിങ്ങും ഒക്കെ കാണിച്ചിട്ടുണ്ടല്ലേ. നമുക്ക് ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേനും ചെയ്തുകൊണ്ട് പോകാമെന്നുള്ളതാണ് അതിൻ്റെ കുട്ടൻസ്. അപ്പം ഇന്നും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നാച്ചുറൽ സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് ഞാൻ ഈ ഒരു ഫേഷ്യൽ ചെയ്യുന്നത്. ഫേഷ്യലാണെന്ന് വേണമെങ്കിൽ പറഞ്ഞു. ഫേഷ്യൽ എന്ന് പറഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പ് ഫേഷ്യൽ മാത്രമേ ഉള്ളൂ. അതിനായിട്ട് നമുക്ക് സ്ക്രബിങ്ങോ പാക്കിങ്ങോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ ഫംഗ്ഷനൊക്കെ പോകുന്നതിൻ്റെ തലേന്ന് നമുക്ക് ചെയ്യാം. അടിപൊളിയായിരിക്കും. നല്ല രീതിയിൽ നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആവുകയും അതുപോലെ തന്നെ നല്ല തിളക്കമുള്ളതാവുകയും ചെയ്യും. എപ്പോഴും നമുക്കൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമ്മുടെ മുഖം എന്താണ് നല്ല രീതിയിൽ തിളക്കമായിട്ട് കിട്ടണം. അപ്പോൾ നമ്മുടെ മുഖമൊക്കെ നല്ല രീതിയിൽ ചെയ്ത് തിളങ്ങി കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ പുറത്ത് എന്താണ് ഒരു മോയ്സ്ചറൈസറോ ഒരു ഫൗണ്ടേഷനോ ഒക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് നമ്മളങ്ങ് പോയാൽ മതി. നാച്ചുറലായിട്ട് ഒരുങ്ങി പോയാൽ മതി കേട്ടോ. ഒത്തിരി പുട്ടിയൊന്നും അടിച്ച് പോകരുത്. നമുക്കൊരു ഏജ് കഴിഞ്ഞാലൊക്കെ ഒരു നാച്ചുറൽ മേക്കപ്പാണ് നല്ലത്. ഒരുപാട് എന്താണ് പുട്ടി അടിച്ച് പോലൊന്നും ആരും പോകരുത് കേട്ടോ. അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, ലേഡീസിന് മാത്രമല്ല ജെൻസിനും ഇത് ചെയ്യാവുന്നതാണ്. അപ്പം നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഫേഷ്യലാണ്. നമുക്ക് ഈ ഒരു ഫേഷ്യലിന് ഒറ്റ സ്റ്റെപ്പ് മാത്രം ചെയ്താൽ മതി. ഈ ഒരു കാര്യത്തിലുണ്ട് എല്ലാ കാര്യങ്ങളും. അപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ട് തന്നെ അറിയണം. അത്രയ്ക്ക് റിസൾട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഫേഷ്യൽ നമുക്ക് കാണാം എങ്ങനെയാണെന്ന്. അതായത് ഫംഗ്ഷനൊക്കെ പോയിട്ട് നമുക്ക് തിളങ്ങി നിൽക്കാനുള്ള ഒരു ഫേഷ്യൽ എങ്ങനെയാണെന്ന് കാണാം. അപ്പം ഈ എല്ലാവരും എന്താണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളൊരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോലെ. നിങ്ങളുടെ ലൈക്കാണ് എൻ്റെ വീഡിയോ മുമ്പോട്ട് എത്തിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ടിപ്സുകളെല്ലാം ചെയ്ത് നോക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഫെയർനെസ് ഓയിൽ തേച്ചിട്ട് നല്ലൊരു ഗ്ലോ ആണ് നമ്മുടെ ഫേസിന് കിട്ടുന്നത്. അടിപൊളി. നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ സ്കിന്ന് നല്ല സ്മൂത്ത് ആവുകയും നല്ല ഷൈനിങ് കൊണ്ടിരിക്കാനായിട്ട് ഒത്തിരി നല്ലതാണ് നമ്മുടെ ഫെയർനെസ് ഓയിൽ. അപ്പോൾ വേണ്ടവരെന്താണ് വാട്സപ്പിൽ വന്ന് പറഞ്ഞാൽ മതി. ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഞാനവിടെ പറയാം. അപ്പം ഫോൺ നമ്പർ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ ഞാൻ പിൻ ചെയ്ത് ഇട്ടേക്കാം കേട്ടോ. അതുപോലെ നമ്മുടെ ഹെയർ ഓയിൽ വേണ്ടവരും വന്നേച്ചാൽ മതി. സമയം കളയാതെ തന്നെ നമുക്ക് എങ്ങനെയാണ് ഒരു ഗ്ലോയിങ് ഫേഷ്യൽ ചെയ്തെടുക്കുന്നത് നോക്കിയാലോ. എന്നാൽ ഓടിവായോ. നമ്മുടെ ഫെയർനെസ് ഓയിൽ നമുക്ക് ദേഹത്തും എല്ലായിടത്തും തേക്കാം. എൻ്റെ കൈകളിൽ തേച്ചപ്പോൾ നല്ല ബ്രൈറ്റ്നസ് ആണ് എൻ്റെ കൈക്ക് കിട്ടിയത്. ചുളിവുകളെല്ലാം നന്നായിട്ട് മാറി കിട്ടുകയും ചെയ്തു. നമ്മുടെ ഒറ്റ സ്റ്റെപ്പ് ഫേഷ്യൽ ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ആദ്യം കുറച്ച് റോസ് വാട്ടർ ഇതുപോലൊരു കോട്ടണിലോട്ട് ഇട്ടിട്ട് നമ്മുടെ മുഖം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നല്ലതായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കാം. മഞ്ചിഷ്ട പൗഡറും ഇരട്ടി മധുരത്തിൻ്റെ പൗഡറും ഇതെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അങ്ങാടിക്കടയിൽ വാങ്ങിക്കാൻ കിട്ടും. പച്ചമരുന്ന് കടയൊക്കെ ഇല്ലേ, അവിടെ വാങ്ങിക്കാൻ കിട്ടും. ഏറ്റവും നല്ല സാധനമാണ് നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാനായിട്ട്. അപ്പം മഞ്ചിഷ്ട പൗഡർ 1/2 ടീസ്പൂൺ മഞ്ചിഷ്ട പൗഡറും 1/2 ടീസ്പൂൺ ഇരട്ടി മധുരത്തിൻ്റെ പൗഡറും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചന്ദനപ്പൊടി, നാടൻ ചന്ദനപ്പൊടിയാണ് കേട്ടോ. ഇതും പച്ചമരുന്ന് കട നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതിൽ നിന്നൊരു 1/2 ടീസ്പൂൺ ചന്ദനപ്പൊടിയും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. രക്തചന്ദനപ്പൊടിയല്ല കേട്ടോ, ചന്ദനപ്പൊടിയാണ്. അപ്പം നമ്മുടെ ആ ഒരു മുഖത്തിന് നല്ല തണുപ്പും കിട്ടും. നമ്മുടെ മുഖത്ത് നല്ല പാടുകളും കലകളും ഉണ്ടായി പോകാനൊക്കെ നല്ലതാണ് ഈ ചന്ദനപ്പൊടി കേട്ടോ. ഡെയിലി നമ്മുടെ ഫേസിലിട്ടാലും നല്ലതാണ് ചന്ദനപ്പൊടിയെ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ബ്രൂ ആണ്. അപ്പം 2 രൂപയുടെ സാഷാ പാക്കറ്റിൻ്റെ ബ്രൂ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ബ്രൂ ആണ് നമ്മുടെ ഇന്നത്തെ ഒരു താരം എന്ന് പറഞ്ഞാൽ. ഇൻസ്റ്റൻറ്റ് ബ്രൂ പൗഡറാണ്. 2 രൂപയുടെ സാഷാ പാക്കറ്റാണ്. അലോവേര ജെല്ലാണ്. അലോവേര ജെല്ല് നമ്മുടെ സ്കിന്നിന് നല്ല ഷൈനിങ് ആയിട്ടിരിക്കാനായിട്ടും സ്മൂത്ത് ആയിട്ടിരിക്കാനായിട്ടും ഒക്കെ അലോവേര ജെല്ല് ഒത്തിരി നല്ല. അലോവേര ജെല്ലിന് ഒരുപാട് ഗുണമുണ്ട്. അപ്പോൾ അലോവേര ജെല്ലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അലോവേര ജെല്ലിനകത്താണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത്, വേറെ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ അലോവേര ജെല്ല് ആവശ്യത്തിന് മിക്സ് ചെയ്യാനുള്ള ആവശ്യമുള്ള അലോവേര ജെല്ല് നമുക്ക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് അലോവേര ജെല്ല് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ അതേ കറക്റ്റായിരുന്നു. നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു രൂപത്തിലാണ് നമുക്ക് കിട്ടുന്നത് കണ്ടോ. ഈ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടണം കേട്ടോ. ഒത്തിരി തിക്കുമല്ല,
ഒത്തിരി എന്താ പറയുക വെള്ളം കൂടി ഓയിലി ആയിട്ടും അല്ല ഇരിക്കുന്ന കേട്ടോ. അപ്പോൾ ഇനി ഇത് ഞാൻ എൻ്റെ ഫേസിലോട്ട് തേച്ച് കൊടുക്കുകയാണ്. ഇതൊരു കോഫി ഫേഷ്യലാണെന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ. നമുക്കൊരു പേരിടണ്ടേ ഇതിന്. അപ്പോൾ ആ പേര് എന്താണ്? കോഫി ഫേഷ്യൽ. അപ്പം എന്താണ്ട് ഞാൻ പിന്നെ കയ്യിലോട്ട് കുറച്ച് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ സ്ക്രബിങ് സെക്ഷനാണ് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് സ്ക്രബിങ് ആണ് ചെയ്യുന്നത്. ഇതിലെല്ലാം ഉണ്ടെന്ന് കുട്ടിക്കും, മസാജിങ്ങും സ്ക്രബിങ്ങും എല്ലാം കൂടെ ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ മസാജിങ്ങും സ്ക്രബിങ്ങും എല്ലാം കൂടെയാണ് ഉൾപ്പെടുത്തുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ഇത് നോക്കി ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് താണ്ടിൽ ഇടുന്ന് തുടങ്ങാം. ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങളങ്ങ് ചെയ്താൽ മതി. ഒത്തിരി ഇട്ട് ഉരയ്ക്കൊന്നും വേണ്ട. മൂക്കിൻ്റെ അവിടെ വരുമ്പോഴും ഇവിടെയൊക്കെ വരുമ്പോഴും ഡെഡ് സ്കിൻ ഉള്ളിടത്തൊക്കെ ഇച്ചിരി പ്രഷർ കൊടുത്താൽ മാത്രം മതി. ബാക്കി എല്ലായിടത്തും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്താൽ മതി. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് നല്ല രീതിയിലൊരു ഗ്ലോ ആയി കിട്ടുന്ന ഒരു ഫേഷ്യലാണിത്. ഇനി നമ്മുടെ കോഫി മിക്സ് കുറച്ചും കൂടെ നമുക്ക് മുഖത്തോട്ട് തേച്ച് കൊടുക്കാം. ഇത് കഴുത്തിലും തേച്ച് മസാജ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ കഴുത്തിലൂടെ ചെയ്തോളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ണിൻ്റെ ഇവിടെയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് കൊടുക്കുക. ഞാൻ കണ്ണിൻ്റെ അകത്തോട്ട് ചെയ്യുന്നില്ല. മൂക്കിൻ്റെ ഇവിടെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക, ഡെഡ് സ്കിന്നൊക്കെ പോകാനായിട്ട്. ഫേഷ്യൽ ചെയ്യുന്നത് പോലെ തന്നെ കേട്ടോ. ഒരു 5 മിനിറ്റ് മസ്റ്റായിട്ട് നമ്മൾ ചെയ്യണം. അതല്ലേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. കൂട്ടെടുത്ത് തേക്കുക. ഒരു 3-4 തവണയെങ്കിലും നമ്മൾ ആ ഒരു കോഫി മിക്സ് എടുത്ത് തേക്കണം. നമ്മൾ കവിള് വീർപ്പിച്ച് പിടിച്ചിട്ട് ഒരു മസാജ് കൊടുക്കുക. ഇവിടെയും കൂടെ വീർപ്പിച്ച് പിടിക്കുക. നമ്മുടെ കവിളിനൊക്കെ ഒരു ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. അപ്പം നമ്മളൊരു 5 മിനിറ്റ് മസാജ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് പറയണ്ടേ. അടുത്തതായിട്ട് നമ്മുടെ ഒരു പായ്ക്ക് നമ്മൾ ഇങ്ങനെ മുഖത്തോട്ടൊന്ന് കവർ ചെയ്ത് ഇട്ട് കൊടുക്കുക. ഞാൻ മുഖത്തോട്ട് മൊത്തം കവർ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് തുടച്ച് നോക്കിയാലോ. തുടയ്ക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തെടുക്കാം. എപ്പോഴും ഞാൻ പറയുന്ന പോലെ പായ്ക്കലിട്ടാലും എന്തിട്ട് നമ്മൾ കുറേ നേരം പായ്ക്കലിട്ടാണെങ്കിലും ഇരിക്കുമ്പോഴത്തേനും നമ്മളൊരു മസാജ് കൊടുക്കുന്നത് നല്ലതാണ്. നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ റിസൾട്ട് കിട്ടും. അപ്പം ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തെടുക്കാം. അപ്പം വെള്ളം തൊട്ടിട്ട് വേണം മസാജ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ മസാജൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് തുടച്ച് മാറ്റാം. അടിപൊളിയാണ്, അടിപൊളി മക്കളെ. പാർലറിലൊന്നും പോകാതെ തന്നെ നമുക്ക് നമ്മുടെ മുഖം നല്ല രീതിയിൽ ബ്രൈറ്റ് ആവാനും നല്ല തിളക്കത്തോടെ ഇരിക്കാനും അടിപൊളി റിസൾട്ടാണ് നമ്മുടെ ഈ ഒരു കോഫി ഫേഷ്യൽ. സൂപ്പർ സൂപ്പർ. വാവ് 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 എന്നൊക്കെ വെക്കുന്ന പോലെ അടിപൊളിയാണ്. എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചെയ്യേണ്ട. അല്ലാതെ ഞാൻ എന്നാ പറയാനേട്ടാ, എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് നേരത്തെ ഒന്നും ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ തുടച്ചിട്ട് കാണിച്ചു തരാം. അപ്പം ഞാൻ മുഖം കഴുകിയിട്ടുണ്ട്.
അപ്പോൾ ഓയിലി സ്കിന്നുകാരൊക്കെ ഇത് ചെയ്യുവാണെങ്കിൽ മുഖത്തെ എണ്ണമയമൊക്കെ നന്നായിട്ട് പോകും കേട്ടോ. അതുപോലെ തന്നെ എന്താണ്, ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ ഇതിനകത്തേക്ക്, ഈ പായ്ക്കിനകത്തേക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂളോ ഒലിവ് ഓയിലോ ആൽമണ്ട് ഓയിലോ കുരുക്കളൊന്നും വരാതിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് കോക്കനട്ട് ഓയിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഓയിലി സ്കിന്നുള്ളവർ ഇത് മാത്രം മതി, മിക്സ് ആക്കിയാൽ മതി. ഇപ്പോൾ എനിക്ക് കുറച്ച് ഓയിലിയാണ് എൻ്റെ മുഖം, അതുകൊണ്ടാണ് ഞാൻ വൈറ്റമിൻ ഇ വേറെ ഓയിലുകളൊന്നും ചേർക്കാൻ കേട്ടോ. കഴിഞ്ഞിട്ട് നിങ്ങൾക്കറിയാം, ഒന്നും തേച്ചിട്ടില്ല, മുഖം തുടച്ചതേ ഉള്ളൂ, ഒന്നും ഒരു സാധനം തേച്ചിട്ടില്ല. കുറച്ചുകൂടി ഒരു ബ്രൈറ്റ് ആയിട്ടുണ്ട് സ്കിന്ന്. അപ്പോൾ നമുക്ക് എന്താണ്, ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു ഫേഷ്യലാണ്. നമ്മൾ അധികം നേരം ഒന്നും വേണ്ട, കണ്ടതല്ലേ, അധികം നേരം ആ കൂടെ നമ്മൾ 20 മിനിറ്റ് ഇരിക്കുന്നുള്ളൂ. ഫേഷ്യൽ ചെയ്യാനായിട്ട് അധികം നേരം ഒന്നും വേണ്ട, ഒറ്റ സ്റ്റെപ്പായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താണ്, നല്ല തിളങ്ങി പോകാം. ഇത് നമ്മൾ ചെയ്തതിന് ശേഷം നമുക്കൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. അപ്പം മസ്റ്റായിട്ടും ചെയ്യണം കേട്ടോ. അപ്പോൾ മുഖത്തൊന്നും തേച്ചിട്ടില്ല, നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട് ഫേസിൽ. ഒന്നാമത് എനിക്ക് ആ എണ്ണയൊക്കെ തേക്കുന്ന നമ്മുടെ ഓയിൽ, ഫെയർനെസ് ഓയിൽ തേക്കുന്നതുകൊണ്ട് ഓൾറെഡി ഒരു ഗ്ലോ ഉണ്ട്. എങ്കിലും ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട് ഫേസിൽ, നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തേച്ചിട്ട് നമുക്ക് വേറെ ഒന്നും തേക്കേണ്ട ആവശ്യമില്ല, ഒരു മോയ്സ്ചറൈസർ മാത്രം അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഞാനൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പം നല്ലൊരു തിളക്കമുള്ള സ്കിന്ന് നമുക്ക് ഈ ഒരു ഫേഷ്യൽ ചെയ്യുമ്പം കിട്ടും. ബ്യൂട്ടി പാർലറും പോകാതെ അടിപൊളിയായിട്ട് തിളങ്ങി നിൽക്കാനും നല്ല ബ്രൈറ്റ്നസ് കിട്ടാനായിട്ടുള്ള അടിപൊളി ഒരു ഫേഷ്യലാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത്. അധികം സാധനമൊന്നുമില്ല, കണ്ടതല്ലേ, എല്ലാവരുടെയും വീട്ടിലുണ്ട് മഞ്ചിഷ്ട പൗഡറും ഇരട്ടി മധുരത്തിൻ്റെ പൗഡറും അലോവേറ ജെല്ലും ഒക്കെ എല്ലാവരുടെയും വീട്ടിലുണ്ട് അല്ലേ. പിന്നെ ആ കൂടെ മേടിക്കുന്നത് നമുക്ക് ഇൻസ്റ്റൻറ്റ് ബ്രൂ കോഫിയുടെ പൗഡറും എല്ലാവർക്കും കാണും. അപ്പോൾ 2 രൂപയുടെ ഒരു സാഷ പാക്കറ്റ് കൊണ്ട് നമ്മൾ ഇത്രയും നല്ലൊരു ഫേഷ്യൽ ചെയ്തു. ബാക്കി സാധനങ്ങളെല്ലാം കുറച്ച് ഇൻഗ്രീഡിയൻസ് ആയിരുന്നു. അപ്പോൾ ഡെഡ് സ്കിൻ എല്ലാം നന്നായിട്ട് പോകും. അപ്പം നമുക്കിത് ഡെയിലി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഇതുപോലെ സ്ക്രബ് ചെയ്ത് ഫേഷ്യൽ ചെയ്താൽ മതി. അപ്പം നമ്മുടെ മൂക്കിൻ്റെ അവിടെ നമ്മുടെ ഫേസിലുള്ള ഫുൾ ഡെഡ് സ്കിൻ നന്നായിട്ട് പോകും. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോകാൻ നല്ലതാണ്. അപ്പം നമ്മുടെ മുഖം എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കും. നല്ല വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും എല്ലാം ഡെഡ് സ്കിൻ എല്ലാം നന്നായിട്ട് പോകും. എപ്പോഴും നല്ല മുഖം നമ്മുടെ തിളങ്ങി നിൽക്കാനും സഹായിക്കുന്ന അടിപൊളി ഒരു ഫേഷ്യലാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവരും എന്താണ്, ഇത് ചെയ്ത് നോക്കണം, ചെയ്ത് നോക്കിയാലാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഡെയിലി ചെയ്യല്ലേ, സ്ക്രബിങ്ങും എല്ലാം ഉള്ളതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.